കേരളത്തിൽ ഈ കൂട്ടത്തിൽ എത്ര പേര് ഈ പഠനം കഴിഞ്ഞ് ഇറങ്ങി നാട്ടിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? കൈപൊക്കാവോ? നാട്ടിൽ നിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവര്? നാട്ടിൽ നിൽക്കത്തെ പുറത്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്ന എത്ര പേരുണ്ട്? പുറത്ത് പോകണമെന്ന് എല്ലാ ആൾക്കാരും എങ്ങനെയെങ്കിലും ഒന്ന് ഓടി രക്ഷപ്പെടാൻ ആഗ്രഹം. റീസെന്റ് കേരളത്തിലെ ഒരു ക്യാമ്പസ് പ്രോഗ്രാമിൽ കണ്ടൊരു കാഴ്ചയാണിത്. ഈ ക്യാമ്പസിലെ മാത്രം പ്രശ്നമുള്ളത് ഇന്ന് കേരളത്തിലെ നല്ലൊരു പങ്ക് യൂത്തും പുറത്തേക്ക് മൈഗ്രേറ്റ് ചെയ്യാണ്. ഈ വീഡിയോയിൽ കാണുന്ന ഒരു ഫുൾ ഓഡിറ്റോറിയം നിറയുള്ള ആൾക്കാർ ഒരു കല്യാണം കൂടാനോ ഒരു അവാർഡ് ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാനോ വന്നവരല്ല. കേരളത്തിലെ ഒരു സിംഗിൾ ട്രാവൽ ഏജൻസി ഒരൊറ്റ ഇൻടേക്കിൽ കേരളത്തിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന കുട്ടികളാണിത്. കേരളത്തിൽ നിന്ന് ഇങ്ങനെ ലക്ഷക്കണക്കിന് കുട്ടികളാണ് പുറത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോയത്. ചിലപ്പോൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സോ ഫ്രണ്ട്സോ ഒക്കെ ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് പോയേക്കും. ഒരുപക്ഷെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ തന്നെ ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് പോയൊരു വ്യക്തിയായിരിക്കാം. ഇവിടെ ജോലിയില്ല, ശമ്പളം കുറവാണ്, ബിസിനസ് തുടങ്ങാനുള്ള ഓപ്പർച്യൂണിറ്റി ഇല്ല, ഫ്രീഡം ഇല്ല തുടങ്ങി ഇവർ പുറത്തു പോകാനുള്ള പല കാരണങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യെങ്കിലും അതിലും സീരിയസ് ആയിട്ട് ഡിസ്കസ് ചെയ്യേണ്ടതാണ് ഈ മൈഗ്രേഷൻ കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റ്. ഭാവിയിൽ നമ്മുടെ കൾച്ചറിനെയും സോഷ്യൽ ഫാബ്രിക്കിനെയൊക്കെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള കേരളം ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയ ഇഷ്യൂ ആയിരിക്കും ഈ മൈഗ്രേഷൻ. 2023 കേരള മൈഗ്രേഷൻ സർവേ റിപ്പോർട്ട് പ്രകാരം 22 ലക്ഷം മലയാളികളാണ് വിദേശ രാജ്യങ്ങളുള്ളത്. ഇതത്ര ഞെട്ടിക്കുന്ന ഡാറ്റ ഒന്നുമല്ല, കാരണം പണ്ട് തൊട്ടേ ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് പല രാജ്യങ്ങളിലേക്ക് മലയാളികൾ പോകാറുണ്ട്. പക്ഷേ ഇതേ റിപ്പോർട്ടിൽ പറയുന്ന മറ്റൊരു ഡാറ്റ 2018 വരെ വിദേശ രാജ്യങ്ങളിലുള്ള മലയാളി സ്റ്റുഡൻസിന്റെ നമ്പർ 1,30,000 ആയിരുന്നു. പക്ഷേ 2025 ആയപ്പോഴേക്കും ആ നമ്പർ 2.5 ലക്ഷമായി. അതായത് 5 വർഷത്തിനുള്ളിൽ വിദേശ രാജ്യങ്ങളിലുള്ള മലയാളി സ്റ്റുഡൻസിന്റെ നമ്പർ ഡബിളായി. അതുപോലെ തന്നെ 2018 വരെ വെറും 10% മലയാളികളെ നോൺ ഗൾഫ് രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിരുന്നുള്ളൂ. ആ നമ്പർ ഇപ്പോൾ 20%ആയി. കാരണം യങ് ജനറേഷൻ എസ്പെഷ്യലി സ്റ്റുഡൻസ് കൂടുതലും മൈഗ്രേറ്റ് ചെയ്യുന്നത് വെസ്റ്റേൺ രാജ്യങ്ങളിലേക്കാണ്. ഇത്രയും നാളും കണ്ട പോലത്തെ ഒരു മൈഗ്രേഷൻ അല്ല ഇപ്പോൾ സംഭവിക്കുന്നത്. കാരണം ഈ പോകുന്നതിൽ മെജോറിറ്റി ആളുകളും തിരിച്ച് നാട്ടിലേക്ക് വരാനുള്ള പ്ലാനില്ല. കേരള അക്കാഡമി ഓഫ് സയൻസസിന്റെ സർവേ പ്രകാരം ഈ പോകുന്നതിൽ 10-7 പേരും തിരിച്ച് നാട്ടിലേക്ക് വരാൻ താല്പര്യമില്ലാത്തവരാണ്. ഇനി തിരിച്ചു വരാൻ താല്പര്യം ഉണ്ടെങ്കിൽ പോലും അതൊന്നും പ്രാക്ടിക്കൽ ആയിരിക്കില്ല. ഈ വിദേശത്തൊക്കെ പോകുന്ന ആളുകൾ ആദ്യം പറയുന്ന കാര്യമില്ലേ, കുറേ നാൾ അവിടെ പണിയെടുത്ത് പൈസയൊക്കെ ഉണ്ടാക്കി തിരിച്ച് നാട്ടിലൊന്ന് സെറ്റിൽ ചെയ്യണമെന്ന്. പക്ഷേ ഇങ്ങനെ തിരിച്ച് നാട്ടിലേക്ക് വരാൻ അവർക്ക് യാതൊരു ഇൻസെൻറ്റീവും ഉണ്ടാവില്ല. നാട്ടിലുള്ള കൂട്ടുകാർ നോക്കിക്കഴിഞ്ഞാൽ 10 പേര് 10 സ്ഥലത്തായിരിക്കും. യൂറോപ്പിലാവുമ്പോൾ സിറ്റിസൺഷിപ്പ് കിട്ടും, നല്ല ജോലി, നല്ല ശമ്പളം, അവിടെ വീട് മേടിക്കും, കുട്ടികളെ അവിടെ പഠിപ്പിക്കും. കുട്ടികൾക്കാണെങ്കിൽ തിരിച്ച് നാട്ടിലേക്ക് വരാൻ യാതൊരു താല്പര്യമില്ല. ആദ്യമൊക്കെ പാരൻസ് ഉള്ളതുകൊണ്ട് 1-2 വർഷം കൂടുമ്പോൾ ഇടയ്ക്ക് വരും. പിന്നീട് അവരില്ലാതായി കഴിയുമ്പോൾ ഈ വരവ് 5 വർഷത്തിലൊരിക്കവും 10 വർഷത്തിലൊരിക്കവും പിന്നീട് അവിടെ തന്നെ സെറ്റിലാവും. ഇതാണ് സത്യാവസ്ഥ. വിദേശത്തുള്ള മലയാളികൾ 2023 മാത്രം കേരളത്തിലേക്ക് അയച്ചത് 2,17,000 കോടി രൂപയാണ്. ഇത് കേരളത്തിന്റെ സ്റ്റേറ്റ് GDPയുടെ 23% വരും. ശരിക്കും ഈ പൈസയാണ് കേരളത്തിനെ ഇന്ന് കാണുന്ന കേരളമാക്കി മാറ്റിയത്. ഗൾഫ് ബൂമിന് ശേഷമാണ് ഹെൽത്ത് കെയറിനും എഡ്യൂക്കേഷനും ഒക്കെ വേണ്ടി കൂടുതൽ പൈസ സ്പെൻഡ് ചെയ്യാൻ ആളുകളുടെ കയ്യിൽ വരുമാനം വന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ പ്രൈവറ്റ് ഹോസ്പിറ്റൽസും കോളേജുകളും സ്കൂളുകളൊക്കെ വന്നത്. ശരിക്കും കേരള മോഡൽ ഓഫ് ഡെവലപ്മെന്റിന്റെ ഒരു പില്ലറാണ് ഈ വിദേശ വരുമാനം. പക്ഷെ ഫ്യൂച്ചറിൽ നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു പ്രോബ്ലം, പണ്ട് ഗൾഫ് രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്തിരുന്ന ആളുകൾക്ക് അവിടെ സിറ്റിസൺഷിപ്പ് കിട്ടില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ വയസ്സാവുമ്പോൾ തിരിച്ച് നാട്ടിലേക്ക് വരണം. സോ അവരവിടെ ഏൺ ചെയ്യുന്ന പൈസയുടെ ഒരു ചെറിയ വിഹിതം മാത്രം എടുത്തിട്ട് ബാക്കി മുഴുവൻ നാട്ടിലേക്ക് അയക്കുമായിരുന്നു, വീട്ടു ചെലവിനും വീട് പണിയാനും കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനൊക്കെ വേണ്ടി. പക്ഷെ ഇപ്പോൾ യൂറോപ്പിലേക്ക് പോകുന്നവർ ആദ്യമൊക്കെ ലോൺ തിരിച്ചടയ്ക്കാനും പാരൻസിന്റെ ചെലവിനൊക്കെ വേണ്ടി പൈസ നാട്ടിലേക്ക് അയക്കുമെങ്കിലും പിന്നീട് അവരവിടെ വീടൊക്കെ മേടിച്ച് സെറ്റിൽ ചെയ്ത് കഴിയുമ്പോൾ ഈ റെമിറ്റൻസിന്റെ എമൗണ്ട് കുറയും. അങ്ങനെ വന്നാൽ അത് നമ്മുടെ എക്കണോമിയെ തന്നെ ഡിസ്റ്റർബ് ചെയ്യും. കാരണം നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ നമ്മുടെ സ്റ്റേറ്റ് GDPയുടെ 25% ഈ റെമിറ്റൻസ്. ഈ റെമിറ്റൻസ് കുറഞ്ഞാൽ നാച്ചുറലി ആളുകളുടെ സ്പെൻഡിങ് കപ്പാസിറ്റിയും കുറയും. കേരള മൈഗ്രേഷൻ സർവേയിൽ പറയുന്നത് ഈ റെമിറ്റൻസ് എമൗണ്ടിന്റെ 40% ആളുകൾ ഉപയോഗിക്കുന്നത് വീട് പണിയാനോ വീട് റിപ്പയർ ചെയ്യാനോ ഹെൽത്ത് കെയറിനോ എഡ്യൂക്കേഷനോ വേണ്ടിയാണെന്നാണ്. ഈ എമൗണ്ടിൽ ഒരു ഡിപ്പ് സംഭവിച്ചാൽ നാച്ചുറലി നമ്മുടെ ഇവിടുത്തെ കൺസ്ട്രക്ഷൻ സെക്ടറിനെയും ഹെൽത്ത് കെയർ സെക്ടറിനെയും എഡ്യൂക്കേഷൻ സെക്ടറിനെയും ഒക്കെ ഇത് ബാധിക്കും. റെമിറ്റൻസ് കുറയുന്നതിന് മുമ്പ് തന്നെ റിയൽ എസ്റ്റേറ്റ്, എഡ്യൂക്കേഷൻ പോലത്തെ പല സെക്ടേഴ്സിലും ഈ മൈഗ്രേഷന്റെ ഇമ്പാക്ട് കണ്ടു തുടങ്ങി. ഇന്ന് പല സ്ഥലങ്ങളിലും ലാൻഡിന്റെ വാല്യൂ ഇടിഞ്ഞു. കോട്ടയം പോലത്തെ ഏറ്റവും കൂടുതൽ മൈഗ്രേഷൻ നടക്കുന്ന പല സ്ഥലങ്ങളിലും 100 കണക്കിന് വീടുകളാണ് വിൽപ്പനയ്ക്ക് ഇട്ടേക്കുന്നത്. ലക്ഷക്കണക്കിന് വീടുകളാണ് ഇന്ന് കേരളത്തിലെ ആൾതാമസമില്ലാതെ അടച്ചിട്ടിരിക്കുന്നത്. ഇങ്ങനെ അടച്ചിട്ടിരിക്കുന്ന വീടുകൾക്ക് എക്സ്ട്രാ ടാക്സ് അടിക്കുന്ന കാര്യം പോലും 2023 ബഡ്ജറ്റിൽ കേരള സർക്കാർ ആലോചിച്ചിരുന്നു. ഇനി എഡ്യൂക്കേഷൻ സെക്ടറിന്റെ കേസ് നോക്കിയാൽ കേരളത്തിൽ മൊത്തമുള്ള ഡിഗ്രി സീറ്റ്സിന്റെ 40% ഇപ്പോൾ വേക്കൻ്റ് ആണ്. MG യൂണിവേഴ്സിറ്റിയിൽ ഈ വേക്കൻസി 55%, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 35%, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ 37%. കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ 33 എഞ്ചിനീയറിംഗ് കോളേജസ് ആണ് പൂട്ടിപ്പോയത്. പല എഞ്ചിനീയറിംഗ് കോളേജസും നഷ്ടത്തിൽ ഓടുന്നതുകൊണ്ട് ഇപ്പോൾ വിൽപ്പനയ്ക്ക് ഇട്ടേക്കാണ്.
MG യൂണിവേഴ്സിറ്റിയിൽ അഫിലിയേറ്റ് ചെയ്ത 14 കോളേജസ് സ്റ്റുഡൻസ് ഇല്ലാത്തതുകൊണ്ട് അടച്ചു. അടുത്ത 5 കൊല്ലത്തിൽ ഈ സ്റ്റുഡന്റ് മൈഗ്രേഷൻ ഡബിൾ ആവുമെന്നാണ് പറയപ്പെടുന്നത്. ഇപ്പോഴത്തെ അവസ്ഥ ഇതാണെങ്കിൽ 2030 കേരളത്തിലെ കോളേജുകളുടെ സ്ഥിതി എന്തായിരിക്കും? ഹയർ എഡ്യൂക്കേഷൻ സെക്ടർ ഇത്രയും സീരിയസ് പ്രോബ്ലം ഫേസ് ചെയ്യുന്നതിനെ പറ്റി മിനിസ്റ്ററോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇങ്ങനെയാണ്. ഓരോ ഈ വികസിത രാജ്യങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ട്. ആഗോളവൽക്കരണം സൃഷ്ടിച്ചിട്ടുള്ള എക്കണോമിക് ക്രൈസിസിനെ മറികടക്കാൻ വേണ്ടി അവർ ആസൂത്രണം ചെയ്തിട്ടുള്ള സ്ട്രാറ്റജിയാണ് വിദ്യാഭ്യാസ മേഖലയിലെ ഈ മൂന്നാംകിട സ്ഥാപനങ്ങളിലേക്ക് മറ്റ് അവികസിത രാജ്യങ്ങളിൽ നിന്ന് വികസ്വര രാജ്യങ്ങളിൽ നിന്ന് വിദ്യാർത്ഥികളെ ക്ഷണിച്ചു കൊണ്ടുവരിക എന്നുള്ളത്. അപ്പോൾ യഥാർത്ഥത്തിൽ അവരുടെ സാമ്പത്തിക പ്രതിസന്ധിക്കുള്ള പ്രതിവിധിയായിട്ടാണ് ഈ വിദ്യാഭ്യാസ കച്ചവടം അവര് നടത്താൻ തയ്യാറായത്. അത് തിരിച്ചറിയാതെ നമ്മുടെ കുറെ കുട്ടികൾ ആ ചതിക്കണിയിൽ വീണു പോവുകയാണ്. നമ്മുടെ പ്രശ്നമൊന്നുമല്ല, ഇതെല്ലാം ക്യാപിറ്റലിസ്റ്റ് ശക്തികളുടെ അജണ്ടയാണെന്നാണ് മിനിസ്റ്റർ പറയുന്നത്. സന്ദേശ സിനിമയെ പോലെ പ്രതിക്രിയാവാദകോ റാഡിക്കലോ ക്യാപിറ്റലിസ്റ്റോ എന്തൊക്കെയോ പറയുന്നു. ഇന്നിപ്പോ ഈ വിദേശ രാജ്യങ്ങളിലേക്കുള്ള മൈഗ്രേഷൻ പോലെ തന്നെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും ജോലിക്കും പഠനത്തിന്റെ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് ആളുകൾ മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. കേരള മൈഗ്രേഷൻ സർവേ റിപ്പോർട്ട് പ്രകാരം 5 ലക്ഷത്തോളം മലയാളികളാണ് ഇങ്ങനെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളത്. ഇതിൽ എഡ്യൂക്കേഷന് വേണ്ടി പോയ 50% ആളുകൾ പോയത് കർണാടകയിലേക്കാണ്. ഭൂരിഭാഗം ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ആളുകൾ പോയതും കർണാടകയിലേക്ക് തന്നെയായിരുന്നു. ഇവരിൽ നല്ലൊരു പങ്ക് ആളുകളും അവിടെ തന്നെ പ്രോപ്പർട്ടിയൊക്കെ മേടിച്ച് അവിടെ സെറ്റിൽ ചെയ്യും, നാട്ടിലേക്ക് തിരിച്ചു വരില്ല. കാരണം അവർക്ക് അവിടെ കിട്ടുന്ന സാലറിയും ഓപ്പർച്യൂണിറ്റീസും ഒന്നും നമ്മുടെ നാട്ടിൽ കിട്ടില്ല. ഈ ഇന്റേണൽ മൈഗ്രേഷനും ഫോറിൻ മൈഗ്രേഷനും കാരണം നമ്മുടെ മാൻ പവറിന്റെ ഒരു മെജോറിറ്റി ചങ്ക് മാറിപ്പോവുകയാണ്. അതും വർക്ക് ഫോഴ്സിലേക്ക് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന യങ് പോപ്പുലേഷൻ. ഈ ഡെമോഗ്രാഫിക് ചേഞ്ച് 2 രീതിയിലാണ് കേരളത്തിനെ അഫക്ട് ചെയ്യാൻ പോകുന്നത്. 1, ഇവിടെ ബാക്കിയുള്ളതിൽ ഭൂരിഭാഗം ആളുകളും ഓൾഡ് ഏജിൽ പെട്ടവരായിട്ട് മാറും. 2, ജോലിക്ക് വേണ്ടിയിട്ട് അന്യ സംസ്ഥാനത്ത് നിന്ന് ഒരുപാട് ആളുകൾ കേരളത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. കഴിഞ്ഞ 10 വർഷത്തിൽ കേരളത്തിലെ ബർത്ത് റേറ്റ് 35% കുറഞ്ഞത്. 2014 5.5 ലക്ഷം കുട്ടികൾ കേരളത്തിൽ ജനിച്ചപ്പോൾ 2024 ജനിച്ചത് 3.5 ലക്ഷം കുട്ടികൾ മാത്രം. കേരളത്തിൽ ഇപ്പോൾ ആവറേജ് വെഡിങ് ഏജ് കൂടി. മിക്ക കപ്പിൾസിനും ഒറ്റ കുട്ടി. ബെറ്റർ ഫാമിലി പ്ലാനിങ് കാരണം ജനിക്കുന്ന കുട്ടികളുടെ എണ്ണം കുറഞ്ഞു. ബെറ്റർ ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ് കാരണം ഇപ്പോൾ ഓൾഡ് ഏജ് ആയിട്ടുള്ള ആളുകളുടെ ലൈഫ് എക്സ്പെക്ടൻസി കൂടി. ഇതിന് പുറമെയാണ് പുറത്തേക്കുള്ള യൂത്തിന്റെ മൈഗ്രേഷൻ. ഈ ഫാക്ടേഴ്സ് കാരണം കേരളത്തിൽ ഇപ്പോൾ വയസ്സായ ആളുകളുടെ പോപ്പുലേഷൻ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അത് ഏകദേശം 15%. അടുത്ത 25 വർഷത്തിൽ ഇത് 33% ആവുമെന്നാണ് പ്രഡിക്റ്റ് ചെയ്യുന്നത്. അതായത് 2050 ആകുമ്പോഴേക്കും 3 മലയാളികളിൽ ഒരാൾ സീനിയർ സിറ്റിസൺ ആയിരിക്കും. ഇന്ത്യ മുഴുവൻ ഒരു യങ് കൺട്രി ആയിട്ടിരിക്കുമ്പോൾ കേരളം മാത്രം ഒരു ഓൾഡ് ഏജ് ഹോം ആയിട്ട് മാറും. പിള്ളേരൊക്കെ പുറത്ത്, വയസ്സായ പാരൻസ് മാത്രം നാട്ടിൽ. അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇപ്പോൾ ഓൾഡ് ഏജ് ഹോംസിന്റെ എണ്ണം കൂടി. 2014 രജിസ്റ്റേർഡ് ആയിട്ടുള്ള 500 ഓൾഡ് ഏജ് ഹോംസ് മാത്രം ഉണ്ടായിരുന്ന സമയത്ത് ഇപ്പോൾ ആ നമ്പർ 700-നും മുകളിലാണ്. ഇതിൽ തന്നെ മിക്കതും ഫുള്ളി ഒക്യുപ്പൈഡുമാണ്. വർഷം ലക്ഷക്കണക്കിന് രൂപ മേടിക്കുന്ന 5 സ്റ്റാർ ഫെസിലിറ്റീസും ഇൻഹൗസ് ഡോക്ടറൊക്കെ ഉള്ള ലക്ഷറി റിട്ടയർമെന്റ് ഹോംസ് അഥവാ 5 സ്റ്റാർ ഓൾഡ് ഏജ് ഹോംസ് ഇന്ന് കേരളത്തിൽ കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതകാലം മുഴുവൻ മക്കൾക്ക് വേണ്ടി ജീവിച്ചു. അവസാനം റിട്ടയർമെന്റ് കഴിഞ്ഞ് സ്വസ്ഥായപ്പോൾ ഈ മക്കളെല്ലാം വിദേശ രാജ്യങ്ങളിൽ 1-2 വർഷം കൂടുമ്പോൾ ഒരിക്കലൊന്ന് കാണാൻ പറ്റും. കൊച്ചുമക്കളോട് സംസാരിക്കുമ്പോൾ അവർ തിരിച്ച് സംസാരിക്കുന്നത് ഇംഗ്ലീഷിൽ. അവരെ ഒന്ന് കളിപ്പിക്കാനോ അവരോട് സംസാരിക്കാനോ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പൊ മക്കള് വിദേശ രാജ്യങ്ങളിലുള്ള പാരന്റ്സ് ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് ലോൺലെസ്സും ഡിപ്രഷനും. എക്കണോമിയെ മാത്രമല്ല, നമ്മുടെ മൊത്തത്തിലുള്ള സോഷ്യൽ സ്ട്രക്ചറിനെ തന്നെ ഈ മൈഗ്രേഷൻ അഫക്ട് ചെയ്യുന്നുണ്ട്. ഈ ഓൾഡ് ഏജ് പോപ്പുലേഷന്റെ നമ്പർ കൂടി കാരണം ഹോം നഴ്സസ്, എൽഡർലി കെയർ തുടങ്ങി പല സർവീസസിനും ഇന്ന് കേരളത്തിലെ ഡിമാൻഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്തിനേറെ വയസ്സായ ആളുകൾ മാത്രം താമസിക്കുന്ന വീട്ടിൽ കൂട്ടുകിടക്കാൻ പോലും ഇന്ന് കാശ് കൊടുത്ത ആളെ വെക്കുന്നു. കേരളത്തിലെ പോപ്പുലേഷന്റെ 15% വയസ്സായവരാണെങ്കിൽ ബീഹാറിലൊക്കെ ഇത് വെറും 8% ഉള്ളൂ. അതുകൊണ്ട് തന്നെ ജോലിക്ക് വേണ്ടിയിട്ട് അവിടെ നിന്ന് യുവാക്കൾ കേരളത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്യും. മാത്രമല്ല അവിടെ കിട്ടുന്നതിന്റെ 3-4 ഇരട്ടി ശമ്പളം അവർക്ക് ഇവിടെ കിട്ടും. ഈ നോർത്ത് ഇന്ത്യയിൽ നിന്നുള്ള തൊഴിലാളികളുടെ മൈഗ്രേഷൻ സ്ലോലി കേരളത്തിന്റെ ഡെമോഗ്രാഫിക് സ്ട്രക്ചർ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പോൾ പല സെക്ടേഴ്സിലും എസ്പെഷ്യലി ഹോട്ടൽസ്, കൺസ്ട്രക്ഷനിലൊക്കെ ഫുൾ നോർത്ത് ഇന്ത്യൻ ലേബേഴ്സ് ആണ്. നിങ്ങൾ തന്നെ നോക്കിയാൽ മനസ്സിലാവും, നമ്മുടെ നാട്ടിലെ ബാർബർ ഷോപ്പുകളിലായാലും ഹോട്ടൽസിലായാലും ഒക്കെ ഇപ്പോൾ നോർത്ത് ഇന്ത്യൻ തൊഴിലാളികളാണ്. കേരള മൈഗ്രേഷൻ സർവേ റിപ്പോർട്ട് പ്രകാരം കേരളത്തിന്റെ ഫിഷറി സെക്ടറിലൊക്കെ 58% ഇപ്പോൾ മൈഗ്രന്റ് ലേബേഴ്സ് ആണ്. അവരിവിടെ ഫാമിലി ആയിട്ട് വന്ന് സെറ്റിൽ ചെയ്യുന്നു, കുട്ടികളെ ഇവിടെ പഠിപ്പിക്കുന്നു, വീട് മേടിക്കുന്നു, എന്തിനേറെ വോട്ടേഴ്സ് ലിസ്റ്റിൽ വരെ പേര് ചേർക്കുന്നു. ഇപ്പോൾ വരാൻ പോകുന്ന ലോക്കൽ ബോഡി ഇലക്ഷൻസിൽ പുതിയതായിട്ട് വോട്ട് ആഡ് ചെയ്യാൻ ആപ്ലിക്കേഷൻ കൊടുത്തത് 30 ലക്ഷം ആളുകളാണ്. ഇതിൽ മെജോറിറ്റി നോർത്ത് ഇന്ത്യൻ മൈഗ്രന്റ് ലേബേഴ്സ് ആണ്. അത് കണ്ട് സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ വരെ ഞെട്ടിപ്പോയി. പല പഞ്ചായത്തുകളിലും അവരിന്നൊരു മേജർ വോട്ട് ബാങ്കാണ്. നമ്മൾ കേട്ടിട്ടില്ലേ, ലണ്ടനിലും മലയാളി മേയർ വന്നു, പാകിസ്ഥാനി മേയർ വന്നു എന്നൊക്കെ. അതുപോലെ ഭാവിയിൽ കൊച്ചിയിലും ട്രിവാൻഡ്രത്തൊക്കെ ആസാമി, ബംഗാളി മേയർമാരൊക്കെ വരാം.
കേരളത്തിന്റെ പോപ്പുലേഷൻ സ്ട്രക്ചർ മാറി ഇവിടെ കൂടുതൽ ഓൾഡ് ഏജ് പോപ്പുലേഷൻ വരുമ്പോഴും അതുപോലെ അതിഥി തൊഴിലാളികൾ ഇവിടെ ഒരു വോട്ട് ബാങ്ക് ആയിട്ട് മാറുമ്പോഴും ഗവൺമെന്റിന്റെ പോളിസീസ് മാറും. അവരെ അപ്പീസ് ചെയ്യുന്ന കൂടുതൽ പെൻഷൻ പ്രൊജക്ടുകൾ, മൈഗ്രന്റ് വെൽഫെയർ പ്രൊജക്ട്സ് ഒക്കെ ആയിരിക്കും ഗവൺമെന്റിന്റെ ഫോക്കസ്. ഓൾറെഡി നമ്മുടെ സംസ്ഥാനം കടത്തിലാണ് ഓടുന്നത്. വരുമാനത്തിന്റെ മെജോറിറ്റി വരുന്നത് മദ്യത്തിൽ നിന്ന് ലോട്ടറിയിൽ നിന്നും. അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്തിന് ഈ പ്രൊജക്ടുകളൊന്നും ഫണ്ട് ചെയ്യാൻ പറ്റില്ല. അഥവാ ഫണ്ട് ചെയ്യണമെങ്കിൽ ബാക്കി പ്രൊജക്ട്സ് കോംപ്രമൈസ് ചെയ്യണം. അങ്ങനെ വന്ന കേരളത്തിൽ ഇപ്പോൾ ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റും ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറിന്റെ മെയിൻ്റെനൻസ് ഒക്കെ കുളവും. ഈവൻ ഗവൺമെന്റിന്റെ കയ്യിൽ പൈസ ഇല്ലാതാവുമ്പോൾ ഇവിടെ ബാക്കിയുള്ള ആളുകളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കൂടുതൽ ടാക്സ് പിരിക്കേണ്ട ഒരു അവസ്ഥ പോലും വരാം. കേരളത്തിലെ മിക്ക സ്ഥലങ്ങളിലും പണ്ട് ആക്റ്റീവായിരുന്ന വായനശാലകൾ, ക്ലബ്ബുകൾ, റെസിഡൻസ് അസോസിയേഷൻ ഇതൊക്കെ ഇന്ന് പേരിന് മാത്രമേ ഉള്ളൂ. കാരണം ഇവിടെ ഒന്നും പരിപാടികൾ നടത്താൻ ഇന്ന് യങ്സ്റ്റേഴ്സിന് കിട്ടുന്നില്ല. മൈഗ്രേഷൻ ഏറ്റവും കൂടുതൽ നടക്കുന്ന കോട്ടയം പോലത്തെ സ്ഥലങ്ങളിൽ പല പൊളിറ്റിക്കൽ പാർട്ടീസിന്റെയും റിലീജിയസ് അസോസിയേഷൻ്റെയും ഒക്കെ യൂത്ത് വിങ്ങുകളിൽ ഇന്ന് പുതിയ മെമ്പേഴ്സിനെ കിട്ടാനില്ല. ഞങ്ങളുടെ യുവജന സഖ്യത്തിൽ ഉള്ള മെമ്പർഷിപ്പ് 13 തൊട്ട് 35 ഇയേഴ്സ് വരെയാണ്. എന്നാൽ ഈ 13 തൊട്ടുള്ള കുഞ്ഞുങ്ങളെ ഇപ്പം കിട്ടുന്നില്ല. അത് വളരെ കുറവായതുകൊണ്ട് തന്നെ ഇപ്പം 45 വരെ അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൽ നിന്നുള്ളവരാണ് കൂടുതൽ ഇതിന്റെ നേതൃനിരയിലേക്ക് വരുന്നത്. അടുത്തൊരു ജനറേഷനിലേക്ക് ഇത് കൈമാറാനായിട്ട് ആൾക്കാർ കുറവായിട്ടതാണ്. ഇന്നിപ്പോ കേരളത്തിൽ നിന്ന് വിദേശത്തേക്ക് പോകുന്നവര് കേരളത്തിൽ നിന്ന് പോകുക എന്ന മൈൻഡ് സെറ്റ് അല്ല, ഇവിടെ നിന്ന് രക്ഷപ്പെടുക എന്ന മൈൻഡ് സെറ്റാണ്. അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇവിടെ പഠിച്ചിറങ്ങി കഴിഞ്ഞാൽ ജോലി കിട്ടാനില്ല. അഥവാ ജോലി കിട്ടിയാൽ പോലും 10,000-12,000 ശമ്പളം, 8-10 മണിക്കൂർ ജോലി, മാനേജർമാരെ തെറി മൊത്തം കേൾക്കും. ഇനി ഇതൊക്കെ കഴിഞ്ഞ് രാത്രി ഒരു ചായ ഒടിക്കാൻ പുറത്തേക്ക് പോയാൽ ദേ വരുന്നു പോലീസ്. ഏതോ തീവ്രവാദികളെ കിട്ടിയ പോലെയാണ് പെരുമാറ്റം. എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ പോലും തെറി കേൾക്കും. മുടി നീട്ടി വളർത്തിയ കഞ്ചാവാണെന്ന് പറയും. പെൺകുട്ടികളുടെ ഡ്രസ്സിന്റെ ബേസിസിൽ ജഡ്ജും ചെയ്യുന്ന ഒരു സൊസൈറ്റി. ജോലി ആയില്ലേ, കല്യാണം ആയില്ലേ, കുട്ടികളായില്ലേ എന്ന് ചോദിച്ച് ചെവിക്ക് സ്വൈര്യം തരാത്ത നാട്ടുകാരും ബന്ധുക്കളും. പേഴ്സണൽ സ്പേസ് അഥവാ ഫ്രീഡം എന്ന കൺസെപ്റ്റ് ഇല്ലാത്തൊരു നാട്. ഇതൊക്കെ സഹിച്ച് എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചാൽ ദേ വരുന്നു അത് പൂട്ടിക്കാൻ കുറെ രാഷ്ട്രീയക്കാരും. ഇനി വിദേശത്ത് പോയാലോ, അവിടെ ഏത് കോളേജിൽ ഏത് കോഴ്സ് പഠിച്ചാലും നാട്ടിലെ കാനഡക്കാരൻ, ഓസ്ട്രേലിയക്കാരൻ എന്ന സ്റ്റാറ്റസ്. അവിടെ എന്ത് ജോലി ചെയ്താലും ആരും ജഡ്ജ് ചെയ്യില്ല. നല്ല വർക്ക് ലൈഫ് ബാലൻസ്, ഫ്രീഡം. പൈസ സമ്പാദിക്കുക എന്നതിനുപരി ആ ലൈഫും ഫ്രീഡമാണ് കൂടുതൽ ആളുകളെ അട്രാക്ട് ചെയ്യുന്നത്. ഈ സ്റ്റുഡൻറ് വിസയൊക്കെ അവിടെ എത്താനുള്ള ഒരു എളുപ്പവഴി മാത്രമാണ്. ഈ സ്റ്റുഡൻറ് മൈഗ്രേഷൻ ഇഷ്യൂ കേരള നിയമസഭയിൽ ചർച്ചയായി. ആ സമയത്ത് ഒപ്പോസിഷൻ വാക്കൗട്ട് വരെ ചെയ്തതാണ്. അന്ന് ഒപ്പോസിഷൻ ലീഡർ പറഞ്ഞത് കേരളത്തിൽ ഇപ്പോൾ എവിടെ നോക്കിയാലും ഈ ഫോറിൻ എഡ്യൂക്കേഷൻ ഏജൻസികളുടെ ഫ്ലക്സ് മാത്രമേ ഉള്ളൂ, കേരളത്തിനെ അവരൊരു റിക്രൂട്ട്മെന്റ് മാർക്കറ്റാക്കി മാറ്റിയെന്നാണ്. കൂടാതെ മറ്റു ഒപ്പോസിഷൻ മെമ്പേഴ്സും ഈ ഇഷ്യൂ കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഇമ്പാക്റ്റിനെ പറ്റി പറഞ്ഞിരുന്നു. കേരളത്തിലെ ഒരു ചെറുപ്പക്കാരന്റെ മാനസികാവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ നിസ്സംശയം എനിക്ക് പറയാൻ കഴിയും, എനി കൺട്രി ഈസ് ബെറ്റർ ദാൻ മൈ സ്റ്റേറ്റ് എന്നുള്ളതാണ് അവരുടെ ചിന്ത. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും കടന്നുപോയാൽ നമ്മൾ രക്ഷപ്പെടുമെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ വളർന്നു വരുന്നത് വളരെ ഭയാനകമായ ഒരു കാര്യമാണ്. അത് നമ്മൾ ചർച്ച ചെയ്യാതിരുന്നിട്ടോ അംഗീകരിക്കാതിരുന്നിട്ടോ കാര്യമില്ല. ഇഷ്യൂവിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കി ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ കണ്ടെത്തുന്നതിന് പകരം നമ്മുടെ ഹയർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ അന്ന് പറഞ്ഞത് ഇതാണ്. രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി വിദേശത്താണ് പഠിച്ചത്, ലണ്ടനിലാണ് പഠിച്ചത്. കിടപ്പാടം പണയം വെച്ച് 10-30 ലക്ഷം രൂപ ലോൺ എടുത്ത് കാനഡയിലോ ഓസ്ട്രേലിയയിലൊക്കെയുള്ള ഏതെങ്കിലും തട്ടിക്കൂട്ട് കോളേജിൽ എന്തെങ്കിലും കോഴ്സ് പഠിച്ചാൽ മതി, ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്ന് വിചാരിച്ച് വിദേശത്തേക്ക് പോകുന്ന ആളുകളെയാണ് പണ്ട് നല്ല വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇല്ലാതിരുന്ന സമയത്ത് UK സ്കോളർഷിപ്പോട് കൂടി പോയി പഠിച്ച ഗാന്ധിജി, അംബേദ്കർ, നെഹ്റു ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുന്നു. അതൊരു മിനിസ്റ്റർ, പിന്നെ എന്ത് പറയാൻ. എന്തായാലും മിനിസ്റ്റർ പറഞ്ഞ ഒരു കാര്യം ശരിയാണ്, ഈ മൈഗ്രേഷൻ നമുക്ക് തടയാൻ പറ്റില്ല, പക്ഷെ അത് കുറയ്ക്കാൻ പറ്റും. അതിനിവിടെ അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. സർക്കാർ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്വകാര്യ മേഖല ഇതിനെല്ലാം കൂടി കണക്ട് ചെയ്തുകൊണ്ട് ഒരു സ്റ്റേ ആൻഡ് ഗ്രോ കൾച്ചർ ഇവിടെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കണം. അതിനെ സാധിച്ച ഈ മൈഗ്രേഷൻ കുറയ്ക്കാനും ഇവിടെ ഉള്ള യൂത്തിന് ഇവിടെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് ഒരുക്കി കൊടുക്കാനും സാധിക്കും. അങ്ങനെയുള്ള ഒരു വികസനമല്ലേ യഥാർത്ഥ വികസനം.